എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ കല്യാണി ഉറച്ചൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്തൊക്കെ വന്നാലും വിക്രത്തിനെ പൂട്ടിയിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ എന്തൊക്കെ കരുക്കൾ നീക്കിയാലും അതിന് വേണ്ടുന്ന പോയിന്റും ലോ പോയിന്റും കാര്യങ്ങളും ഒക്കെ പഠിച്ച് അവനെതിരെ താൻ തന്നെ ആയിരിക്കും കേസ് വാദിക്കുന്നത് എന്നുള്ളൊരു തീരുമാനം അവൾ എടുത്തു. ആ തീരുമാനം കൈയോടുകൂടെ തന്നെ നമ്മുടെ കിരണിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ കിരൺ ആണെങ്കിലോ, എൻ്റെ കല്യാണി ദേ ഇന്ന് ഒരുപാട് ക്രിമിനൽ ലോയേഴ്സൊക്കെ ഉള്ളതാണ്. അവർ നിസ്സാരമായിട്ട് അവനെ പുഷ്പം പോലെ രക്ഷിച്ചു കൊണ്ട് പോവും. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു നല്ല വക്കീലിനെ വെച്ചാൽ പോരെ. പക്ഷേ കല്യാണി അവളുടെ ആ ഒരു തീരുമാനത്തിൽ നിന്നും ഒരു അടി പോലും പുറകോട്ട് മാറുന്നേ ഇല്ല. അങ്ങനെ കിരൺ മനസ്സില്ലാ മനസ്സോടുകൂടി തൻ്റെ ഭാര്യയോടൊപ്പം നിൽക്കുകയാണ്. എന്തായാലും കിരണേട്ടൻ്റെ സപ്പോർട്ട് അത് മാത്രം മതി തനിക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റും, അവനെ പൂട്ടാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് അവൾ പറയുന്നത്. അങ്ങനെ കിരണാണെങ്കിലോ ഈ കാര്യങ്ങളൊക്കെ സമ്മതിച്ചു. അതിനുശേഷം അച്ഛനെയും അമ്മയെയും വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പം സേനനാണെങ്കിൽ പറയുന്നുണ്ട്, മോനെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഒരു കോടതിയിൽ പോയി വാദിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു ധൈര്യവും അതുപോലെ അറിവും ഒക്കെ നമ്മുടെ കല്യാണിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അച്ഛാ അവൾ വക്കീലിനെ കണ്ടിട്ട് വക്കീലിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷമായിരിക്കും അവൾ കോടതിയിൽ എത്തുക. എന്തായാലും കല്യാണിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ സേനനാണെങ്കിലോ തൻ്റെ മരുമകള് അത്യാവശ്യം കഴിവുള്ള കുട്ടിയാണെന്നൊക്കെ അറിയാം. എന്നാൽ കൂടിയും കോടതിയിൽ പോയി വാദിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ സേനനും ഉണ്ട്. സേനൻ കാര്യങ്ങൾ കിരണിൻ്റെ അടുത്ത് പറയുമ്പം എന്തായാലും രൂപയോട് ഞാനൊന്ന് സംസാരിക്കട്ടെ, രൂപയോട് അവളെ ഒന്ന് കാണാൻ പറയാം, അവളും ബാക്കിയൊക്കെ തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിൽ സേനൻ അങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം നമ്മുടെ കല്യാണിയെ കണ്ട കാര്യങ്ങളെല്ലാം കയ്യോടുകൂടെ തന്നെ സരീനെയും ശാരിയെയും അറിയിക്കുകയാണ് പ്രകാശനും വിക്രവും കൂടെ. എടാ വിക്രമേ, എത്രയൊക്കെ വന്നാലും കല്യാണിയും അവളുടെ അച്ഛൻ അമ്മായിയച്ഛൻ അത്യാവശ്യം പിടിപാടുള്ള മനുഷ്യനാണല്ലോ, അയാളും കൂടി കളിക്കുന്ന കളി തന്നെയാണിത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോഴത്തേക്കിനും അപ്പം തന്നെ അവൾ എത്തേണ്ട ആവശ്യമില്ലല്ലോ, അത് അവളെ വിളിച്ചു വരുത്തിയത് തന്നെ ആയിരിക്കും. നിന്റെ പരാതിയുടെ ആഴം മനസ്സിലാക്കി അവൾ വിടുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവളുടെ അമ്മായിയപ്പൻ എന്ത് കളിയും കളിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രകാശൻ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. അത് ശരിയാണ്, സരയു പറഞ്ഞത് ശരി തന്നെയാണ്, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. സേനൻ അത്യാവശ്യം കാശും പിടിപാടും ഒക്കെ ഉള്ളത് കൊണ്ട് ആ പോലീസുകാരനെ വളച്ച് കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞങ്ങളോട് അയാൾ ഒന്ന് പുറത്തിരിക്കാൻ പറഞ്ഞു. പുറത്ത് ഇരുന്ന സമയത്താണ് കല്യാണി വക്കീലിനെയും കൂട്ടി അവിടെ വന്നത്. ഒന്നുമില്ലാതെ വക്കീലിനെയും കൂട്ടി വരേണ്ട ആവശ്യമില്ലല്ലോ, നേരെ പോലീസിനെ പോയി കണ്ടാൽ മതിയല്ലോ എന്നുള്ള കാര്യമൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ ഇനി കല്യാണിയെ എങ്ങനെയും ജയിലിലാക്കണം, അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടി നിന്നേ പറ്റുള്ളൂ. അതിനുള്ള സമയം ഇത് തന്നെയാണ്. എന്തായാലും രാഹുലിൻ്റെ കാര്യത്തിൽ വലിയ സങ്കടമുണ്ട് കേട്ടോ ശാരി. എത്രയൊക്കെ വന്നാലും രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ബലം തന്നെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശാരി പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്ഷീണമൊക്കെ മാറട്ടെ, ഇവള് മരിച്ചുപോയി എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പം എൻ്റെ ഭർത്താവ് ഇപ്പം അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പൈസയുടെ കാര്യമൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. എന്താ വേണ്ടത്, എപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ആ പൈസ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും. എത്രയൊക്കെ വന്നാലും നല്ലൊരു വക്കീലിനെ വെച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാൻ. കല്യാണിയാണ് വാദിക്കുന്നതെങ്കിൽ കല്യാണി 8 നില പൊട്ടും എന്നുള്ള രീതിയിലൊക്കെ ശാരി നല്ല രീതിയിൽ പ്രചോദനം കൊടുത്ത് വിക്രത്തിനെയും അവൻ്റെ അച്ഛനെയും വിടുമ്പം എന്നാൽ എല്ലാം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം, ഞങ്ങൾ വിളിച്ചോളാന്നും പറഞ്ഞ് രണ്ടുപേരും അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അമ്മയും മകളും കൂടി ഭൂലോകം കൈയടക്കിയൊരു സന്തോഷമാണ്. അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ കല്യാണി എത്തുക കേട്ടോ. കല്യാണിയെ കണ്ടതും ശാരി പറയുന്നുണ്ട്, ആഹാ വന്നുണ്ടല്ലോ, എന്തായാലും നീ ഞങ്ങൾ അമേരിക്കയിൽ പോകുന്നതിന് മുന്നേ നീ ജയിലിൽ കയറാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ടല്ലോ. നീ നിന്റെ ആങ്ങളെ തല്ലി അവശനാക്കിയിട്ട് അവൻ കേസ് കൊടുത്തെന്നാണല്ലോ കേൾക്കുന്നത്, എന്താണ് സത്യമാണോ എന്ന് ചോദിക്കുമ്പം അതെ, അവൻ കേസ് കൊടുത്തെങ്കിൽ ആ കേസ് എങ്ങനെ നടത്തണമെന്നും ആ കേസിനെതിരെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും എല്ലാം എനിക്കറിയാം. അത് നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല.
കല്യാണി ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ സരിയുവിന് ദേഷ്യം വന്നു കേട്ടോ. സരിയു പറയുന്നുണ്ട്, നിന്റെ പതനം അത് ഞാൻ അമേരിക്കയിൽ പോകുന്നതിന് മുന്നേ നടത്തിയിട്ടേ ഞാൻ അമേരിക്കയ്ക്ക് വിടുകയുള്ളൂ. നിനക്കറിയാലോ എൻ്റെ ഭർത്താവ് നല്ല കോടീശ്വരനാണെന്ന്. എത്ര പൈസ ഇറക്കി കളിച്ചിട്ടാണെങ്കിലും നിന്നെ പൂട്ടിയിരിക്കും. നീ ജയിലിൽ കിടക്കുന്ന കാഴ്ച അതെനിക്കൊന്ന് കാണണം മോളെ. അതിനുവേണ്ടി എന്ത് വൃത്തികെട്ട കളിയും ഞാൻ കളിക്കുമെന്നൊക്കെ പറഞ്ഞ് സരിയു ഇങ്ങനെ അങ്ങ് സംസാരിക്കുമ്പോഴത്തേക്കിനും കല്യാണി പറയുന്നുണ്ട്, നീ അമേരിക്ക പോയെങ്കിലല്ലേ എടി നീ അറിയാത്ത പല കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ അതിപ്പോൾ ഞാൻ പറയുന്നില്ല. ഇപ്പം നിന്റെ അച്ഛന് ഭ്രാന്ത് പിടിച്ച് ആശുപത്രി കിടക്കുന്നുണ്ടല്ലോ, നീ പോയി നിന്റെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കടി എന്ന് പറയുക. അപ്പോൾ ശാരി പറയുന്നുണ്ട്, അതിന് നിന്റെ ശുപാർശയുടെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തെ അന്തസ്സായിട്ട് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. പിന്നെ നീ ജയിലിൽ കിടക്കുന്ന കാഴ്ച അത് നിന്റെ ആങ്ങള തന്നെ ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. നിന്റെ ആങ്ങളെ തന്നെ നിന്നെ പൂട്ടിക്കോളും. നീ ജയിലിൽ കിടക്കുന്ന ആ മനോഹരമായ കാഴ്ച കാണാൻ ഞാനും എൻ്റെ മോളും എൻ്റെ ഭർത്താവും ഒക്കെ കൂടി അങ്ങ് വന്നോളാന്നും പറഞ്ഞ് ശാരി അവിടുന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ കല്യാണി നേരെ ചെല്ലുന്നത് രൂപയുടെ അടുത്തേക്കാണ്. രൂപയാണെങ്കിൽ തൻ്റെ മരുമോളെ സ്വീകരിച്ചു. മോളെ, അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കിരൺ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. എന്തൊക്കെ വന്നാലും കോടതിയിൽ കയറി ബാധിക്കുന്ന കാര്യങ്ങൾ മോള് ഒന്നുകൂടി ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. പക്ഷെ നമ്മുടെ കല്യാണി മുമ്പും പിമ്പും ഒക്കെ ചിന്തിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്ത് വന്നാലും അവള് നമ്മുടെ വിക്രത്തിനെതിരെ ഉള്ള തെളിവുകൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അറിയാമല്ലോ, സോണിയും ആൽബിയും അവർക്ക് എതിരെ ഏത് രീതിയിലൊക്കെയാണ് വിക്രം പ്രവർത്തിച്ചത് എന്ന്. അവൻ തന്നെ ആയിരിക്കും ആൽബിയെ അങ്ങനെ അപകടപ്പെടുത്തി ആശുപത്രിയിലാക്കിയത്. അതുകൊണ്ട് അങ്ങനെയുള്ള അവനെ വെറുതെ വിടാൻ പറ്റുമോ? അവൻ എൻ്റെ സ്വന്തം രക്തമായിട്ട് കൂടിയും അവനെതിരെ ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം ദേഷ്യം ഉണ്ടായിട്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുമല്ലമ്മേ, സത്യത്തിന് നീതിക്ക് നിരക്കാത്ത ഒരു കാര്യത്തിനും ഈ കല്യാണി കൂട്ടു നിൽക്കില്ല. അതിനി എൻ്റെ കൂടപ്പുറപ്പാണെങ്കിൽ പോലും അവനെ ഞാൻ ജയിലിൽ കയറ്റിയിരിക്കും. അതിനുവേണ്ടി വേണ്ടുന്ന തെളിവുകൾ ഞാൻ കണ്ടെത്തും എന്നുള്ള കാര്യമൊക്കെ രൂപയോട് പറയാണ്. എല്ലാം കേട്ട് തൻ്റെ മരുമകളുടെ ആത്മവിശ്വാസമൊക്കെ കാണുമ്പോഴത്തേക്കിനും രൂപയ്ക്ക് ഒരു സന്തോഷമൊക്കെ വന്നു. അപ്പോൾ രൂപയും സേനനും കൂടി മകളോട് പറയുന്നുണ്ട്, മോളെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്പനി വക്കീലിനോട് സംസാരിക്കണം. അയാൾ പറഞ്ഞു തരുന്ന പോയിന്റുകളെല്ലാം മനസ്സിലാക്കി വേണം പ്രതിരോധിക്കാൻ. എന്തായാലും സരയും ശാരിയും അവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു വക്കീൽ തന്നെ ആയിരിക്കും വിക്രത്തിന് വേണ്ടി വരിക. അങ്ങനെ വരുമ്പം എൻ്റെ മോൾ ഒരു കാരണവശാലും താഴ്ന്നു പോവരുത്. ജയിലിൽ കിടക്കേണ്ടുന്ന ഒരു അവസ്ഥ അത് അവനേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകി അച്ഛനും അമ്മയും കൂടെ തന്നെ മരുമോളെ സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ്. എന്തായാലും നമ്മുടെ കല്യാണി നല്ല രീതിയിൽ തന്നെ പടപൊരുതും. നമ്മൾ പ്രമോ വിശേഷത്തിൽ കണ്ടല്ലോ, കല്യാണി ദാ ന്യൂ ഫേസ് ന്യൂ രീതി എന്നൊക്കെ പറഞ്ഞ്. അപ്പം അവൾ ആ രീതിയിൽ തന്നെ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ കല്യാണി. അപ്പോൾ കല്യാണിക്ക് ഉറപ്പായിട്ടും വിക്രത്തിനെ പൂട്ടിക്കെട്ടാൻ പറ്റും എന്നുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇനി വരുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്